ഹലോ കൊക്കോസ്. ഗിവ് അവേ കുറിച്ച് ആരും ഒന്നും ചോദിക്കുന്നില്ലല്ലോ. എന്ത് പറ്റി? ആർക്കും ഗിവ് അവേ ഒന്നും വേണ്ടേ? ഓ, എനിക്ക് മനസ്സിലായി. 250 സബ്സ്ക്രൈബേഴ്സിന് എന്ത് ഗിവ് അവേ എന്നൊക്കെ അല്ലേ? എന്നാൽ അങ്ങനെയൊന്നും അല്ല. നമ്മൾ അത്യാവശ്യം നല്ല സംഭവം തന്നെയാണ് തരുന്നത്. എനിവേ, നമ്മൾ 250 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഗിവ് അവേ തരുമോ പറഞ്ഞു തന്നിരിക്കും. അപ്പോൾ നമുക്ക് ഗിവ് അവേ കുറിച്ച് സംസാരിക്കാം. അതിനു മുമ്പേ ആയിട്ട് എന്താണ് ക്രൈറ്റീരിയ എന്നുള്ളത് അറിയണ്ടേ? പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ബേസ് ആയിട്ടൊരു ക്രൈറ്റീരിയ മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പം നമ്മുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അതേപോലെ നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, അത് ഫോളോ ചെയ്യണം. ഇപ്പം യൂട്യൂബ് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും, അവർക്ക് ഗിവ് അവേ കിട്ടുന്നതായിരിക്കില്ല. അതേസമയം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അതും പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, രണ്ടും ചെയ്യണം. യൂട്യൂബിൽ സബ്സ്ക്രൈബും ചെയ്യണം, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോയും ചെയ്യണം. പിന്നെ നമ്മൾ വേറെ ഒന്നും പറയുന്നില്ല. ബാക്കിയുള്ളവരെ പോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്യാൻ പറയുന്നില്ല, കമൻറ്റ് ഇടാൻ പറയുന്നില്ല, ഷെയർ ചെയ്യാൻ പറയുന്നില്ല, സ്റ്റോറി ഇടാൻ പറയുന്നില്ല. ജസ്റ്റ് ഒരു ബേസിക് ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. അതെന്താണ്? യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണം. അതാണ് നമ്മുടെ ഗിവ് അവേ ക്രൈറ്റീരിയ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ യൂട്യൂബും സബ്സ്ക്രൈബ് ചെയ്യണം, ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും ചെയ്താലേ നമുക്ക് വിന്നറിനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി ഗിവ് അവേ കുറിച്ച് സംസാരിക്കാം. എന്താണ് ഗിവ് അവേ കൊടുക്കാൻ പോകുന്നതെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, പക്ഷേ ഞാൻ കുറച്ച് ക്ലൂസ് പറയാം. നിങ്ങൾ കണ്ടുപിടിക്കണം. ഇതിൽ ആരാണോ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നത് അവർക്ക് നമ്മൾ സ്പെഷ്യലായിട്ടൊരു സംഭവം ചെയ്യുന്നതായിരിക്കും, അവർക്ക് ഓക്കെ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലൂസ് പറയാം. അപ്പോൾ ക്ലൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോയ്സിനും ഗേൾസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ ഇനി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു 2-3 പേരെങ്കിലും ശ്രദ്ധിക്കും. എന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ പെട്ടെന്ന് ഞെട്ടി ഇങ്ങനെ നോക്കുമെന്നല്ല പറഞ്ഞത്, എന്നാലൊന്നും ശ്രദ്ധിക്കും. പിന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ആവശ്യമുള്ളൊരു സാധനമാണ്. എല്ലാവർക്കും, എല്ലാ ഗേൾസിനും ബോയ്സിനും ആവശ്യമുള്ള സാധനമാണ്. നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാണ് ആ സാധനം വെച്ചിട്ട്. അപ്പോൾ ഇനി എന്താണെന്ന് നിങ്ങൾ ഗസ് ചെയ്യണം. എൻ്റെ കമൻറ്റിൽ, ഈ വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങൾ ഗസ് ചെയ്തിട്ട് പറയണം എന്താണ് ഗീവ് അവേക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നതെന്ന്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഗീവ് അവേ കൊടുക്കുന്ന എന്താണെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പറഞ്ഞ ആൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വലിയ സംഭവം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വന്ന് കമൻറ്റ് ചെയ്തോ ഞാൻ എന്താ ഗീവ് അവേക്ക് കൊടുക്കാൻ പോകുന്നതെന്ന്. പിന്നെ അടുത്ത ഒരു മെയിൻ സംഭവം എന്താ വെച്ചാൽ, ഞാൻ അടുത്തൊരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് ബോയ്സിനോട് ചോദിച്ചു എന്താ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, അങ്ങനെ ഒരുപാട് പേരോട് ചോദിച്ചപ്പം കുറേ പേര് പറഞ്ഞതെന്ന് വെച്ചാൽ പ്ലേ സ്റ്റേഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത ഗീവ് അവേക്ക് ബോയ്സിന് പ്ലേ സ്റ്റേഷൻ കൊടുക്കാമെന്ന്. അപ്പോൾ ഗേൾസിൻ്റെ കാര്യം ഞാൻ വേറെ കുറേ പേരോട് ചോദിച്ചപ്പം ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. അറിയാമല്ലോ, ഗേൾസ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പം ഞാനും കൺഫ്യൂഷനായിപ്പോയി. അപ്പം നിങ്ങൾക്ക് എന്താ, ഗേൾസിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് അടുത്ത ഗീവ് അവേക്ക് എന്ത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ കമൻറ്റിൽ മെൻഷൻ ചെയ്യണം. കൂടാതെ ബോയ്സിന് ഇപ്പം എൻ്റെ ഇതിൽ സബ്സ്ക്രൈബേഴ്സിൽ ബോയ്സിന് പ്ലേ സ്റ്റേഷൻ വേണ്ട, വേറെ എന്തെങ്കിലും ആണ് വേണമെന്നുള്ളത് നിങ്ങളും കമൻറ്റ് ചെയ്യണം. നമ്മൾ രണ്ടുപേരെയും നോക്കണമല്ലോ, ബോയ്സിനെ നോക്കണം, ഗേൾസിനെ നോക്കണം. അപ്പം നിങ്ങൾക്ക് എന്താ പ്ലേ സ്റ്റേഷൻ അല്ല വേറെ എന്തെങ്കിലും ആണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഗേൾസിന് എന്താ വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ആരും മറക്കരുത്, ഞാൻ തന്ന ക്ലൂസ് വെച്ചിട്ട് വേഗം ആലോചിച്ച് എന്താണ് ഞാൻ ഗീവ് അവേക്ക് കൊടുക്കാൻ പോകുന്നതെന്നുള്ളത് കമൻറ്റ് ചെയ്തോ. അപ്പം എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, ഗീവ് അവേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വേറൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഒരുപാട് മെസ്സേജൊക്കെ അയക്കാറുണ്ട്. പക്ഷേ എനിക്ക് അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ച് അയക്കാറുണ്ട്, എനിക്ക് അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതെൻ്റെ സൈഡിലുള്ള മിസ്റ്റേക്കാണ്. അപ്പോൾ ഞാൻ കരുതി ഒരു ദിവസം ഒരു ലൈവ് വരാമെന്ന്. അത് ഇന്ത്യൻ ടൈം അനുസരിച്ചിട്ടായിരിക്കും. അറിയാലോ, ഞാനിപ്പോൾ ബെർലിനിലാണ്. അപ്പോൾ ഇന്ത്യൻ ടൈം അനുസരിച്ചിട്ട് ഒരു വീക്കെൻഡ് ദിവസം ലൈവ് വരാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കെല്ലാം ഓക്കെ ആയിട്ടൊരു ടൈമായിരിക്കും ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പം ലൈവ് വരുന്നതിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേഷൻസ് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അത്രയും മതി. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. എല്ലാവരും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ, ചൂസ്.